ശരത്താണ് വിവരങ്ങൾ നൽകിയത്. വിവാഹ ഡോക്യുമെന്ററി വിവാദത്തിൽ നടൻ ധനുഷിന്റെ പരാതിയിൽ നയൻതാരയ്ക്കും ഭർത്താവ് വിഘ്നേഷ് ശിവനും മദ്രാസ് ഹൈക്കോടതിയുടെ നോട്ടീസ്. താൻ നിർമ്മിച്ച സിനിമയുടെ ലൊക്കേഷൻ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന് 10 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം. മുൻകൂർ അനുമതി തേടിയിരുന്നെങ്കിലും ട്രെയിലർ പുറത്തിറങ്ങും വരെ ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്നാണ് നയൻതാരയുടെ വാദം. വിശദാംശങ്ങളുമായി AP നദീറ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് നദീറ. 10 കോടിയായിരുന്നുവെന്ന് നയൻസും പുറത്തുവിട്ട പരസ്യമായി അയച്ച കത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആ 10 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് ധനുഷ് എന്തായാലും പരാതിയുമായി എത്തുന്നു. ഹൈക്കോടതിയുടെ നോട്ടീസും വരുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സുജയ, ഗുഡ് ഈവനിംഗ്. ഈ നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിങ്ങിന് തൊട്ട് മുൻപായിരുന്നു ധനുഷ് ഒരു വക്കീൽ നോട്ടീസ് നയൻതാരയ്ക്ക് അയച്ചത്. അതിനുശേഷമാണിപ്പോൾ അത് ഒരു ഹർജിയായി തന്നെ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നയൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് പിന്നാലെയാണ് കോടതി നടപടി എന്നോണം അവർക്ക് നോട്ടീസ് അയക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരത്തെ വക്കീൽ നോട്ടീസിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലും ധനുഷ് ആവർത്തിച്ചിരിക്കുന്നത്. അതായത് താൻ നിർമ്മിച്ച സിനിമയുടെ ശകലങ്ങൾ, അതായത് ലൊക്കേഷൻ ദൃശ്യങ്ങൾ തൻ്റെ മുൻകൂർ അനുമതി വാങ്ങാതെ നയൻതാര ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഇവിടെ നടന്നിരിക്കുന്നത് പകർപ്പവകാശ ലംഘനമാണെന്നും ഇതിനെതിരെ നടപടി ആവശ്യപ്പെടുകയുമാണ് ധനുഷ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി രണ്ടുപേർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. നവംബർ 18 ഇതിലിപ്പോൾ ഈ ഡോക്യുമെന്ററിയിൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ പുറത്തു വന്ന നമ്മളൊക്കെ കാണുന്ന അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലൊക്കേഷൻ വീഡിയോ ആണോ അതോ ആക്ച്വൽ ടെലികാസ്റ്റഡ് വീഡിയോ ആണോ? ഈ നാനും റൗഡിദാനിലെ ഏത് ഭാഗമാണ് ഉപയോഗിച്ചത്? പകർപ്പവകാശത്തിന്റെ പരിധിയിൽ വരുമോ നദീറ? നയൻതാര പറയുന്നത് നാനും റൗഡിദാൻ എന്ന സെറ്റിൽ, അതായത് സിനിമ ലൊക്കേഷനിൽ എടുത്ത ചില ഭാഗങ്ങൾ ഉപയോഗിച്ചു എന്നാണ്. അതാണ് നെറ്റ്ഫ്ലിക്സിലും ആ ഒരു സ്ട്രീമിങ്ങിലും കണ്ടിരിക്കുന്നത്, ഡോക്യുമെൻ്ററിയിലും ഉള്ളത്. അത് 3 സെക്കൻഡ് മാത്രമാണെന്നാണ് നയൻതാരയുടെ വാദം. ഇതിനാണ് 10 കോടി രൂപ ധനുഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സും അതുപോലെ നയൻതാരയും ഒക്കെ തന്നെ ധനുഷ് ഉൾപ്പെടെയുള്ള മറ്റ് സിനിമകളുടെ ക്ലിപ്പുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ആ ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഇവർക്കൊക്കെ അനുമതി പത്രം അയച്ചിരുന്നു. പക്ഷേ അനുമതി നൽകിക്കൊണ്ട് ധനുഷ് മാത്രം പ്രതികരിച്ചില്ല. അങ്ങനെയാണ് ഈ ഒരു വിവാദത്തിലേക്ക് നീങ്ങിയത്. എന്നാൽ നെറ്റ്ഫ്ലിക്സ് ഇത് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുറത്തുവിട്ട ട്രെയിലർ പുറത്തു വന്ന ഉടനെയായിരുന്നു ഈ ധനുഷ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചത്. അങ്ങനെയാണ് നയൻതാര പൊട്ടിത്തെറിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു മുഴുനീള 5 പേജുള്ള കത്ത് പുറത്തുവിട്ടത് ധനുഷിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നു. എന്തായാലും നയൻതാര അവകാശപ്പെടുന്നത് താനും വിഘ്നേഷ് ശിവനും ആദ്യമായി കണ്ടുമുട്ടിയത് ഈ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. അതിൻ്റെ ഓർമ്മകളുള്ള, ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളുള്ള ദൃശ്യങ്ങളാണ് തങ്ങൾ ഈ നെറ്റ്ഫ്ലിക്സ് സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കാൻ ഒരു പെർമിഷൻ, അത് അനുമതി ചോദിച്ചുകൊണ്ട് കത്ത് എഴുതുകയും ചെയ്തു. പക്ഷേ പ്രതികരിക്കാതെ കാത്തിരുന്ന് ഇത് സ്ട്രീമിംഗ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും രംഗത്ത് വന്നു ധനുഷ്. ഇത് തീർച്ചയായും ഒരു പ്രതികാര നടപടിയാണ്. തനിക്കെതിരെ ധനുഷിന്റെ പ്രതികാരം നയൻതാരയോട് എന്നുള്ള ആ വാദത്തിൽ ഇപ്പോൾ കോടതി കയറുകയാണ്, നോട്ടീസ് അയക്കുകയാണ്. തുടർ രംഗങ്ങൾക്കായി തുടർ ആക്ഷൻ സീനുകളാണോ അതോ കോംപ്രമൈസ് സീനാണോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. താങ്ക് യു നദീറ.